ഹലോ ഗൈസ്, ഇന്ന് ഞാനുണ്ടല്ലോ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. തംബ്നെയിൽ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വീഡിയോ. അപ്പോൾ അതന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമുക്ക് ജേർണൽ സപ്ലൈസ് എങ്ങനെ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട ഏത് സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും വരച്ചെടുക്കാം. കാർട്ടൂൺ ക്യാരക്ടേഴ്സോ അതോ പിൻട്രസ്റ്റിൽ തപ്പിയാൽ ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ അതിൻ്റെക്ക് ഔട്ട്ലൈനായിട്ട് ഈ CD മാർക്കർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്ലോസി ടൈപ്പ് വേണമെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് സെലോ ടൈപ്പ് വെച്ച് ഒന്ന് മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. എനിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചെടുക്കും. പിന്നീട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു സീസർ എടുത്തിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കുറേ ഇതുപോലത്തെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതുപോലെ ഞാൻ കുറച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്നതിനും കാട്ടി നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ റൈറ്റിംഗ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതുപോലത്തെ കുറച്ച് കോഡ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് പിൻട്രസ്റ്റിന്നോ അതോ ഗൂഗിളിൽ നിന്നോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് എഴുതിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ല കളേഴ്സ് കുറച്ചിങ്ങനെ ഷെയ്ഡായിട്ട് അടിച്ചു കൊടുക്കാം. ബോർഡറായിട്ട് ഡാർക്ക് കളർ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ CD മാർക്കർ വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തെടുക്കാം. എന്നിട്ട് സാധാരണ സ്റ്റിക്കേഴ്സ് മുറിച്ചെടുക്കുന്ന പോലെ കുറച്ച് വൈറ്റ് പോർഷൻ കുറച്ച് വിട്ടിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാമ്പ്സ് ആണ്. ഇതുപോലത്തെ സ്റ്റാമ്പ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റൊരു A4 ഷീറ്റ് മതി. A4 ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ ഇത് റെഫർ ചെയ്തെടുത്തത്. സ്റ്റാമ്പ്സിൻ്റെ കുറേ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് അങ്ങ് വരച്ചെടുക്കാം. ഞാനൊരു സിമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. സ്റ്റാമ്പ് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറൻസ്. ബാക്കിയെല്ലാം ലൈക്ക് സ്റ്റിക്കേഴ്സും റൈറ്റിങ്സും ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ. ഞാൻ എപ്പോഴും ഷോർട്സിൽ ഇത് സ്റ്റിക്ക് ചെയ്യുന്ന മാത്രമേ കാണിക്കാറുള്ളൂ. ഇത് ഉണ്ടാക്കുന്നൊന്നും കാണിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ലോങ് വീഡിയോ തന്നെ ഇരിക്കും. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാൻ മാത്രം കുറച്ച് പണിയുള്ളൂ. ബാക്കിയെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സ്റ്റാമ്പ്സും സ്റ്റിക്കേഴ്സും ഒക്കെ വാങ്ങാൻ കിട്ടും. പക്ഷെ വാങ്ങിയാലും നമ്മളെ കയ്യിൽ ഉണ്ടാക്കുന്ന ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ജേർണലിങ് ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും നമുക്ക്. ജേർണൽ ചെയ്യാൻ തന്നെ കുറേ പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിൻ. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്ത് നോക്കൂ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എനിക്ക് ഈ ജേർണലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കി ഒട്ടിക്കുക. ഇതുപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇതുപോലത്തെ ഡിസൈൻ പേപ്പേഴ്സ്. അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് എടുക്കാൻ നോക്കാം. ലൈക്ക് പേസ്റ്റൽ കളേഴ്സ്. അപ്പോൾ ഒരു ഇതുപോലത്തെ കളർ പേപ്പർ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇഷ്ടമില്ല ഒരു എന്തെങ്കിലും ഡിസൈൻ അങ്ങ് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ലവ് വരച്ചെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ വരക്കണമെങ്കിൽ അതുപോലെ വരക്കാം. പിന്നെ നിങ്ങളുടെ ചോയ്സാണ് ഏതുപോലെ വരക്കണം എന്ന്. പിന്നീട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉൾപ്പെടുത്താം. എന്ത് ചെയ്താലും ഇത് ജേർണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഭംഗിയാണ്. പിന്നീട് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കിട്ടുന്ന ഇതുപോലത്തെ കവേഴ്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഒരു വിൻറ്റേജ് ടൈപ്പ് പേപ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. കളയണ്ട, ഇതുപോലെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. വേസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായില്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.